ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മ മാതാവ് ഈശോയിൽ കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അമ്പിളി. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള്, അതുപോലെ മകളുടെ കുഞ്ഞാണ്. മകൾക്കും മകളുടെ കുഞ്ഞിനും കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2017 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്നൊരു കൃപാസനം പത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നതും അമ്മയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതും. ഈ 2017 മുതൽ ഇപ്പോൾ വരെയും 8 വർഷക്കാലമായിട്ട് ഞാൻ ഉടമ്പടി മുടങ്ങാതെ പുതുക്കി വരുന്ന ആളാണ്. ഇതെൻ്റെ 6ാമത്തെ സാക്ഷ്യമാണ്. അതിനിടയ്ക്ക് കോവിഡ് സമയത്ത് ഒരു പ്രാവശ്യം ഓൺലൈനിൽ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. ഞാനും എൻ്റെ ഇളയ മകളും 2 പ്രാവശ്യം, രണ്ടാമത്തെ മകൾ 2 പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ആളുമാണ്. ഇപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെന്ന് പറയുന്നത് അമ്മ മാതാവ് ഈശോയും തന്ന അനുഗ്രഹമാണ്. ഈ മോള് പ്രസവിക്കുമ്പോൾ അത് പ്രിമച്വർ ബേബിയായിരുന്നു. ഈ കുഞ്ഞിന് പ്രിമച്വർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അന്നേരം എക്കോയും അതുപോലെ തന്നെ തലയുടെ ബ്രെയിൻ്റെ സ്കാനും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ചെയ്തപ്പോൾ പറഞ്ഞു തലയിലൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. ആ ബ്ലഡ് ക്ലോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകാതിരുന്ന് കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഒരു സ്കാനിങ് പിന്നീട് മാസങ്ങൾക്ക് ശേഷം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെയും ഞാനിവിടെ വന്ന് ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കത് കേട്ടപ്പോഴും അത്ര വലിയ വിഷമമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഈ 8 വർഷക്കാലമായിട്ട് ഉടമ്പടിയിലൂടെ എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. എന്ത് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അമ്മ മാതാവ് ഈശോയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഭയക്കണം അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നതെന്നുള്ള ഒരു ഉൾവിളിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പല കാര്യങ്ങളും വരുമ്പോഴും എനിക്ക് അത്ര ഒരു ആകുലതയും ഒരു ഭയപ്പാടും കാണിക്കാറില്ല. അതെൻ്റെ മക്കൾ തന്നെ പറയാറുണ്ട്, അമ്മ എങ്ങനെ ടെൻഷൻ അടിക്കത്തില്ല, പക്ഷേ ഹസ്ബൻഡ് നല്ല ടെൻഷൻ അടിക്കുമെന്ന്. കാരണം അത് എൻ്റെ അമ്മ മാതാവിൽ ഈശോയിലും ഉള്ള ഒരു വിശ്വാസമാണ്. 8 വർഷക്കാലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് കിട്ടിയ ഒരു ഉറപ്പാണ്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം പിന്നെ വീണ്ടും കുഞ്ഞിന് സ്കാൻ ചെയ്തു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മറ്റൊരു സ്ഥലങ്ങളിൽ സ്പ്രെഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിന് എല്ലാ ദിവസവും വെഞ്ചരിച്ച തൈലം നെറ്റിയിലിട്ട് കൊടുക്കും, ദേഹത്ത് പൂശും, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കുഞ്ഞിന് സ്കാൻ ചെയ്ത സമയത്ത് സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ വെഞ്ചരിച്ച തൈലത്തിലൊന്ന് കുളിപ്പിച്ചാണ് കയറ്റിയത്. കാരണം അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലയെന്ന് ഡോക്ടർ വായിൽ നിന്ന് നോർമലാണ് എന്ന് പറഞ്ഞ് കേൾക്കണം എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ വെഞ്ചരിച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിനെ എല്ലാം പൂശിയിട്ട് സിസ്റ്റർ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് വിശ്വാസ പ്രമാണവും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അത് സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഞാൻ എൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുവാണ്. കുഞ്ഞിനെ എൻ്റെ മോള് എൻ്റെ സൈഡിൽ നിൽക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് ഇരിക്കുമ്പം തന്നെ ആ പ്രശസ്തയായ ഡോക്ടർ തന്നെയാണ്, പീഡിയാട്രീഷ്യനാണ്. ഡോക്ടറിൻ്റെ സിസ്റ്റത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു മാതാവിൻ്റെ ഒരു ചെറിയ ഒരു പ്രതിമ അവിടെ സിസ്റ്റത്തിൻ്റെ താഴെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സാധാരണ ഡോക്ടർമാരുടെ അങ്ങനെ കാണാറില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് സമാധാനം. ഇപ്പോൾ ഡോക്ടർ പറയാൻ പോകുന്ന റിസൾട്ട് മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞിനത് സ്പ്രെഡൊന്നും ആയിട്ടില്ല, മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, ഇനിയിപ്പോൾ കുഞ്ഞിനൊരു സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആദ്യം അത്രയും നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് 6 മാസം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് സ്കാനിങ് പറ്റില്ല, MRI ഒക്കെ പറ്റുള്ളൂ എന്തെങ്കിലും സ്പ്രെഡ് ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് നോർമലാണെന്ന് പറഞ്ഞു. കുഞ്ഞ് ആക്റ്റീവാണ്. ഇപ്പോൾ 9 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ഒരു 3 മാസം താമസിച്ചു പോയി. അതിന് അമ്മ മാതാവിനോട് ഈശോയോട് മാപ്പ് ചോദിക്കുവാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടുന്നത്. ഞങ്ങൾക്കൊരു വിഷമവും ഇല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ആയുസ്സും ആരോഗ്യത്തോടെ തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോട് നന്ദി അർപ്പിക്കുന്നു. ഇനി അടുത്ത 2ാമത്തെ നിയോഗം ഈ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും തന്നെയും ഡസ്റ്റ് അലർജി ഉണ്ട്. അതുപോലെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലും ഉണ്ട് ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ. ഞങ്ങളുടെ ഫാമിലിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ എൻ്റെ ഈ മോൾക്കും ഈ മോളുടെ താഴെയുള്ള മോൾക്കും ഇവർക്ക് എല്ലാവർക്കും ഒരു 8-10 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് തുമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുമ്മലൊന്നുമല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കുറേ തുമ്മലും സിട്രസനും എടുത്ത് കഴിച്ചാണ് പഠിക്കാൻ പോകേണ്ട ഒരവസ്ഥ.
അപ്പം അങ്ങനെ എൻ്റെ എനിക്ക് കിട്ടിയിരുന്നു ഈ ബുദ്ധിമുട്ട്, എൻ്റെത് മാറിക്കിട്ടി, എൻ്റെ 2 മക്കൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ഒരു 10 വർഷത്തിലേറെ ആയിട്ടുള്ള ആ തുമ്മൽ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 മക്കൾക്കും ഇപ്പോൾ സിട്രിസൺ കഴിക്കാതെ തന്നെ, കാരണം ഈ കുട്ടികൾ 2 പേരും കേരളത്തിന് പുറത്താണ് പഠിച്ചത്, അവിടെ നിൽക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും മിക്ക ദിവസവും വിളിച്ച് പറയും സിട്രിസൺ കഴിച്ചിട്ട് കിടക്കുകയെന്ന്. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും സിട്രിസൺ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം, അത് ഇപ്പോഴത്തെ ഉടമ്പടിയല്ല, കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ അതിൽ ഇളയ മോൾക്കും ഇവൾക്കും 2 പേർക്കും തുമ്മൽ നിശേഷം മാറി. അങ്ങനെ രാവിലെ എണീറ്റുള്ളൊരു തുമ്മലോ അല്ലെങ്കിൽ ഇവിടെ വന്നാൽ സിട്രിസൺ കഴിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. മറ്റേ മോളുമായിട്ട് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. ഈ മോൾ ഇവിടെ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പം മോളെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ അനുഗ്രഹം തന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുമ്മലെന്ന് വെച്ചാൽ വലിയൊരു പാടായിട്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ട് നടന്നത്. സിട്രിസൺ കഴിച്ചിട്ട് മയങ്ങി കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അനുഗ്രഹം തന്ന അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ ഈശോപ്പ ഞങ്ങൾക്ക് മേടിച്ച് തന്ന ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. ഇനി ഈ 2 സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ നിന്നത്. ഈ 2 സാക്ഷ്യങ്ങൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഇനി എനിക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ 35 വർഷത്തിലേറെയായിട്ട് ക്രിസ്ത്യൻ ബിലീവറാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനി ആയിട്ടില്ല. ഞാനൊരു ഹിന്ദുവാണ്. 35 വർഷത്തിലേറെയായിട്ട് ഞാൻ പഠിക്കുന്ന കാലം മുതലേ തന്നെ ഹിന്ദു വിശ്വാസത്തിലാണ്. പക്ഷേ ഈ അന്നുണ്ടായിരുന്ന വിശ്വാസത്തിലേറെയായിട്ട് വിശ്വാസമാണ്. അന്നും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 8 വർഷക്കാലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഞാനിപ്പോൾ ഉടമ്പടിയിൽ വെക്കുന്ന നിയോഗങ്ങൾ. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമുള്ള എമർജൻസി ആയിട്ടുള്ള 1-2 നിയോഗങ്ങൾ വയ്ക്കും. ബാക്കിയുള്ള നിയോഗങ്ങളൊക്കെ ദൈവസ്നേഹത്തിൽ നിറയുവാനും അമ്മ മാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണമേ, ഇങ്ങനെയൊക്കെയുള്ള ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉടമ്പടിയിൽ വയ്ക്കുന്നത്. അല്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്കായിട്ട് ഞാനിപ്പം അധികം വയ്ക്കാറില്ല. ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അങ്ങനെ ഒരു എമർജൻസി ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ. കാരണം ഇനി അമ്മ മാതാവ് ഈശോയും നമ്മുടെ കൂടെ പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട എന്നുള്ളൊരവസ്ഥ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കെല്ലാം തരും എന്നുള്ള ആ ഒരു വചനം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം തരും, പിന്നെ എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത്? എന്തിനാ പിന്നെ നമ്മൾ ഈ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വയ്ക്കുന്നത്? ദൈവത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ദൈവം തമ്പുരാൻ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലും ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ ഉടമ്പടി നിയോഗം വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോരം നിയോഗങ്ങൾ നമുക്കുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള നിയോഗങ്ങളാണ് നമുക്ക് ഉള്ളത്. എല്ലാവർക്കും അറിയാം, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എണ്ണിയാലൊടുങ്ങാത്ത നിയോഗങ്ങളാണ്. ഓരോന്നിനും നമ്മൾ നിയോഗമായിട്ട് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 6 നിയോഗമല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാം ദൈവം തമ്പുരാൻ തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാത്രം മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ദൈവകൃപ നിറയാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ എല്ലാം തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ഉടമ്പടിയിൽ ജീവിതത്തിൽ തന്നെ എനിക്ക് മുന്നോട്ട് വളരണമെന്നുള്ളതാണ് എൻ്റെ ആത്മീയ വളർച്ചയെന്ന് പറയുന്നത്. ഒരുപാട് എനിക്ക് തന്നെ അറിയാം, ഒരുപാട് 35 വർഷമായിട്ട് ഞാൻ വിശ്വാസത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്ത് 8 വർഷക്കാലമായിട്ട് ഞാൻ വളർച്ച എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, അച്ഛൻ്റെ ട്യൂസ്ഡേ ഉള്ള ധ്യാനം ഞാൻ 8 വർഷക്കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ ചില ദിവസങ്ങളിൽ എനിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്കൂളിലെ ടൈം ടേബിൾ പോലും അക്കാഡമിക് ഇയറിൽ ഫസ്റ്റിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, ട്യൂസ്ഡേയിൽ എനിക്ക് ഈ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഒരു 11:30 മുതൽ എനിക്ക് 1 മണി വരെ, 1 മണി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കാണ്, 1 മണി വരെയുള്ള പീരീഡുകൾ ഇടരുത്, ബാക്കിയുള്ളത് എങ്ങോട്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടോളാൻ പറയാം. അങ്ങനെ പോലും ടൈം ടേബിൾ സെറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട്. ആ സമയത്തിരുന്ന് ഞാൻ ധ്യാനം കേൾക്കും. എന്തെങ്കിലും കാരണവശാൽ എമർജൻസി ആയിട്ട് ലാബിലാണ്, അന്നേരം എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ 1 മണിക്കൂർ വെച്ചെങ്കിലും ഞാൻ ഈ ധ്യാനം കൂടി ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. 8 വർഷക്കാലമായിട്ട് ധ്യാനം കൂടുന്നുണ്ട്. അതുപോലെ അനുദിന പ്രാർത്ഥന, ഡെയിലി ബ്രെഡ് ദിവസവും ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ കേൾക്കാറുമുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആരോടൊക്കെയാണോ അമ്മ മാതാവിനെ ദൈവത്തിനെയും കുറിച്ച് ഈശോയെയും കുറിച്ച് പറയേണ്ട സിറ്റുവേഷൻസൊക്കെ വരുന്നത്, അത് തനിയെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലെല്ലാം വാദോരാതെ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്.
അങ്ങനെ കേട്ടിട്ട് പലരും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും ഇവിടെ പലരെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ദൈവകൃപയിലും അമ്മ മാതാവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെയും അവരെല്ലാം ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നവരാണ്. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവിലൂടെ ഒരുപാട് പേർക്ക്, പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, ഏകദേശമൊക്കെ കൈയൊഴിയുന്ന ഒരവസ്ഥയിലാണ് കൂടുതലും ആൾക്കാർ അതിനകത്തുണ്ടാകുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ പോവുകയും പ്രാർത്ഥിക്കാൻ, അതായത് വെഞ്ചരിച്ച തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ഒഴിവാക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് പറയും, ഈശോയെക്കുറിച്ച് പറയും. ഒന്ന് മുന്നിൽ പോയെന്ന് കണ്ണീരിട്ടാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറയും. അത്രയെങ്കിലും പറയും. പക്ഷേ തൈലവും ഉപ്പും ഒക്കെ എല്ലാവർക്കും പറ്റിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള വളരെ റെയർ കേസുകളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. കാരണം എല്ലാവരും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണല്ലോ നമ്മുടെ ഈ മാതാവും ഈശോയും എന്നൊക്കെ പറയുന്നത്. അമ്മ മാതാവ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്നാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും അത് സമ്മതിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡ് എത്തിക്കും. പിന്നെ മിനിമം ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ, പ്രൈവറ്റിൽ പോകാറില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും. അവിടെയുള്ള നേരത്തെയൊക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. പക്ഷേ രോഗികളെ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരടുത്തും ഇരുന്ന് സംസാരിക്കുവാനും അവരുടെ അടുത്ത് സംസാരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഈ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കാര്യങ്ങൾ പറയും. പക്ഷേ അവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന അപ്പോഴത്തേക്ക് തീരും. കാരണം കൊണ്ടുപോയാൽ എനിക്ക് ഉടനെ തന്നെ അത് കൊടുത്ത് തീർക്കണമെന്നുള്ള താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ കാശ് രൂപം വാങ്ങിക്കൊണ്ട് പോകും. ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ കാശ് രൂപമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ അവർക്ക് വേണ്ടുന്ന മരുന്ന് മേടിക്കാനോ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കും. ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ആത്മീയ ജീവിതവും ഒക്കെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നതും ഇനിയും എനിക്ക് ഈ ആൾക്കാരെ കയറി സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപ തരാനായിട്ടിരിക്കുന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനമാണ്. കൃപാസനം ഉടമ്പടി എന്നത് ദൈവത്തോട് വിശ്വസ്തമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു പദ്ധതിയാണ്. ദൈവത്തിൽ വസിക്കുവാനും നിലനിൽക്കാനുമുള്ള, ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും അവിടുത്തെ വചനമനുസരിച്ച് നടക്കുവാനും അവിടുത്തെ ഇഷ്ടത്തിന് അവിടുത്തെ ഹിതമനുസരിച്ച് മുൻതൂക്കം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള ഒരു ആത്മീയ ജീവിതയാത്രയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക എന്നാണ്. അമ്പിളി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇഷ്ടമുള്ളത് ചോദിച്ചു, ഈ മകൾക്ക് കിട്ടി. ദൈവം എന്നിൽ വസിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സ്നേഹത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.